യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അതിരൂക്ഷമായി വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടുത്ത ഭാഷയിലാണ് ട്രംപിന്റെ വിമർശനം. വെറും കഴിവുകെട്ടവൻ എന്നാണ് ട്രംപിന്റെ ആക്ഷേപം. കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശേഷിയില്ലെന്നും ട്രംപ് വിമർശിച്ചു. റഷ്യയും US-ഉം സൗദിയിൽ പ്രത്യേക സമാധാന ചർച്ച നടത്താൻ ഒരുങ്ങുമ്പോഴാണ് അതിരൂക്ഷ വിമർശനവുമായി ട്രംപ് എത്തിയത്. ചർച്ചയിൽ യുക്രൈനെയും യൂറോപ്യൻ സഖ്യകക്ഷികളെയും ക്ഷണിച്ചിട്ടില്ല. ഇതിനെതിരെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്ത് വന്നിരുന്നു. ചർച്ചയിലെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി തുറന്നടിച്ചു. പിന്നാലെയാണ് കഴിവുകെട്ടവൻ എന്നാക്ഷേപിച്ച് ട്രംപ് എത്തിയത്. സെലൻസ്കിയുടെ വിമർശനത്തെ ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 3 വർഷം ചർച്ച ചെയ്യാൻ യുക്രൈൻ അവസരമുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും ട്രംപ് പറഞ്ഞു. പുടിനെ സഹായിക്കുന്ന നീക്കവുമായി US മുന്നോട്ടു പോവുകയാണെന്നാണ് സെലൻസ്കി തുറന്നടിച്ചത്. റഷ്യ ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സെലൻസ്കി വിമർശിച്ചു. 2022 റഷ്യ പൊടുന്നനെ യുക്രൈനെ ആക്രമിക്കുകയായിരുന്നു. യുദ്ധം ഏകദേശം 3 വർഷമായി തുടരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം വെടിനിർത്തൽ ചർച്ചകൾ ശക്തമായി. യുക്രൈനെ പങ്കെടുപ്പിക്കാതെ സൗദിയിൽ വെച്ച് ട്രംപും പുടിനും ചർച്ച നടത്താനൊരുങ്ങുന്നു. ഇത് ഏറെ വിവാദമായി. അതിനിടെ പ്രതികരണവുമായി റഷ്യൻ പ്രസിഡന്റ് പുടിനും എത്തിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ വെടിനിർത്തൽ സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്നാണ് പുടിൻ പറഞ്ഞത്. യുക്രൈൻ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാകാൻ ശ്രമം തുടങ്ങിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. ഇതാണ് യുക്രൈനെ ആക്രമിക്കാൻ കാരണം. നാറ്റോ സഖ്യം യുക്രൈനെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് റഷ്യ ആക്രമണവുമായി മുന്നോട്ടു പോയത്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമായാൽ അത് റഷ്യയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പുടിൻ ചിന്തിച്ചു. കാരണം നാറ്റോ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ആക്രമണമുണ്ടായാൽ സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് നേരിടും. അതാണ് നാറ്റോയുടെ നിയമം. ഇത് ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയായി മാറുമെന്ന് റഷ്യ കരുതുന്നു. അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ആയുധവും പണവും നൽകി യുക്രൈനെ സഹായിച്ചത്. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ നിലപാടിൽ വലിയൊരു ട്വിസ്റ്റാണുണ്ടായത്. ഇത്തരം പാഴ്ചെലവുകൾ ട്രംപ് ഒഴിവാക്കാനാണ് രണ്ടാം ഊഴത്തിൽ ശ്രമിക്കുന്നത്. മാത്രമല്ല, റഷ്യയെ ശത്രുസ്ഥാനത്ത് നിർത്തി യുക്രൈനെ സഹായിച്ചതുകൊണ്ട് എന്താണ് അമേരിക്കയ്ക്ക് നേട്ടം? അതോടെയാണ് യുക്രൈനെ സഹായിക്കാൻ ട്രംപ് വിമുഖത കാട്ടുന്നത്. മാത്രമല്ല, യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ട്രംപ് പുടിനോട് 1.5 മണിക്കൂറാണ് ടെലിഫോണിൽ സംസാരിച്ചത്. പാരമ്പര്യ വൈരികൾ തമ്മിലുള്ള ഈ സംഭാഷണം അത്ഭുതത്തോടെയാണ് ലോകം നിരീക്ഷിച്ചത്. സൗദിയാണ് ട്രംപിനും പുടിനും ഇടയിലെ പാലം. സൗദിയിൽ വെച്ച് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഏകപക്ഷീയമായി തന്നെ പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ പ്രഖ്യാപനം യുക്രൈനെ അമ്പരപ്പിച്ചു. നാറ്റോയെയും അമേരിക്കയും കണ്ടാണ് യുക്രൈൻ യുദ്ധവുമായി മുന്നോട്ടു പോയത്. ആ അമേരിക്ക തന്നെ പാതി വഴിയിൽ കൈവിട്ടത് യുക്രൈനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കുന്നതുമില്ല. ഇതാണ് യുക്രൈനെ കൂടുതൽ അമ്പരപ്പിക്കുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുത്ത അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനകൾ വലിയ ചർച്ചയായി മാറി. ചൈനയും റഷ്യയുമല്ല ശത്രുക്കൾ യൂറോപ്പിനകത്ത് തന്നെ ഉണ്ടെന്നാണ് വാൻസ് പറഞ്ഞത്. ജർമ്മനിയും ബ്രിട്ടനുമൊക്കെ ശത്രുക്കളെ വളർത്തുന്നു. ഈ രീതി മാറ്റണമെന്നും വാൻസ് വ്യക്തമാക്കി. പ്രസ്താവന വലിയ വിവാദമായി. ജർമ്മനി പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. അമേരിക്ക ജർമ്മനിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് ജർമ്മൻ ചാൻസലർ തുറന്നടിച്ചു. വാൻസിന്റെ വാക്കുകൾ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്.